ചിലർ അനുഗ്രഹിക്കപ്പെടാനും ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെടാതെ പോയതിനും ചില റീസൺസ് ഉണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ കാരണം എന്നാണ് ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി ഞാൻ മെസ്സേജിലോട്ട് വരികയാണ്, പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണ്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 6 നിങ്ങളെല്ലാവരും വായിക്കണം. എന്നിട്ട് ആവർത്തനം 6:3 മുതലുള്ള വാക്യങ്ങൾ നോക്കണം. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായി ഇരിക്കേണ്ടതിന്, വായിക്കാവോ? ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോട് അനുസരിച്ച് നടക്കുക. നിങ്ങളുടെ ജീവിതം നന്നായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉള്ളവരൊരു ആമീൻ പറഞ്ഞേ. നീ നന്നായിരിക്കേണ്ടതിനും പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോട് അനുസരിച്ച് നടക്ക. ഇസ്രായേലേ, കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. കേൾക്കുന്നുണ്ടോ? നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ഒന്നുകൂടെ പറയാം, നിന്റെ മക്കൾക്ക് നീ ഈ വചനത്തെ ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് നല്ല പാട്ടുകൾ, നല്ല വർഷിപ്പ് സോങ്ങുകൾ കേൾക്കാൻ പറ്റിയാൽ നല്ലതാ. ഇറ്റ്സ് വെരി ഗുഡ്. ഈ ആവശ്യമില്ലാത്ത വാർത്തകളും ആവശ്യമില്ലാത്ത റോങ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് സാധനങ്ങളും എപ്പോഴും കേട്ടുകൊണ്ടിരുന്നാൽ നല്ലതല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഫോണിനകത്ത് നോക്കിയിരിക്കുന്ന ഫോൺ അഡിക്ഷൻ നിങ്ങളുടെ മക്കളുമാർക്കുണ്ടെങ്കിൽ, അവർ ഫോണെ നോക്കുന്നതിൽ ഞാൻ കംപ്ലൈൻറ്റ് പറയുമല്ല, അവരെ പിടിച്ചു മേടിച്ച് അടി കൊടുക്കാൻ പറയുമല്ല. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഇന്നും ടുഡേ ഞാൻ ദൈവസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നും എൻ്റെ കുഞ്ഞിനോട്, എൻ്റെ മോനോട് ഞാൻ ചോദിച്ചു, എടാ നീ ഇന്ന് ബൈബിൾ വായിച്ചായിരുന്നോ? നീ ഇന്ന് വചനം വായിച്ചായിരുന്നോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രാവിലെ ഞാൻ വായിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ വായിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നിന്റെ മക്കൾക്ക് നീ അത് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. എപ്പോഴും സംസാരിക്കണം. ഫ്രീ ടൈമിലെല്ലാം. ഞാൻ ഈ വണ്ടിയിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഈ ബൈബിള് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി വളരെ പ്രസിദ്ധനായിരിക്കുന്ന, വളരെ അനുഗ്രഹീത ഗായകനായിരിക്കുന്ന ബിനോയ് ചാക്കോ എന്ന ഗായകൻ, എന്ന ശുശ്രൂഷകൻ, അദ്ദേഹം ഈ ബൈബിൾ ഓഡിയോ ആക്കിയിട്ടുണ്ട്. അതെനിക്ക് അദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ലഭിക്കുന്ന ആ ഓഡിയോ നമ്മൾ കേൾക്കണം. മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കണം. നല്ല പ്രസംഗം, നെഗറ്റീവ് സാധനങ്ങളല്ല, നല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന മെസ്സേജുകൾ കേൾക്കണം. നിങ്ങൾ ടിനുപ്പാസ പ്രസംഗം മാത്രമേ കേൾക്കാവൂ എന്ന് ഞാൻ പറയില്ല കേട്ടോ. എൻ്റെ സഭയിലുള്ളവരോടാണ് പറയുന്നത്, അല്ലാത്തവരോടല്ല. പക്ഷേ എൻ്റെ മെസ്സേജുകൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും നിങ്ങൾക്ക് പ്രത്യാശ തരുന്നതും നിങ്ങളെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്നതുമായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദേശങ്ങളെ കേൾക്കാൻ പോകാവൂ. നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം ഇടിച്ചു കളയുന്നത്, അയ്യോ മക്കളെ രോഗശാന്തിയിലൊന്നും അല്ല കാര്യം, വിടുതൽ നടക്കുന്നതിലൊന്നും അല്ല കാര്യം, അത്ഭുതങ്ങളൊക്കെ എന്നേ നിന്ന് പോയില്ലയോ, ഇതൊന്നും കേൾക്കാൻ പോകരുത്. കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ അത്ഭുതങ്ങളെല്ലാം വെള്ളം വലിഞ്ഞു പോകുന്ന പോലെ ഇറങ്ങിപ്പോവും. നീ ഡ്രൈ ആയിപ്പോവും. സ്പിരിച്വലി നീ ഡ്രൈ ആയിപ്പോവും. നീ ഉണങ്ങി വറ്റി വരണ്ടു പോവും. അത് വരാതിരിക്കണമെങ്കിൽ എപ്പോഴും നിന്നെ ഫില്ല് ചെയ്യുന്ന, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നദി പോലെ ഒഴുകി ഇറങ്ങുന്ന നല്ല മെസ്സേജുകൾ, നല്ല പ്രസംഗങ്ങൾ, നല്ല വാക്കുകൾ, എൻകറേജിങ് വേർഡ്സ് കേൾക്കണം. ഹല്ലേലൂയ, 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 ആമേൻ. പിന്നെ ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. അവരിപ്പോൾ ദേ ആർ ഓൺലി ഫോളോയിങ് ദ പ്രൊഫസീസ്. അവർക്ക് പ്രവചനം മാത്രം കേട്ടാൽ മതി, അവർക്ക് വചനം കേൾക്കണ്ട. പ്രവചനം കേൾക്കാൻ പോകുന്നവരുടെ എല്ലാം ശ്രദ്ധയ്ക്ക്
പ്രവചനം നല്ലതാ. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് പ്രൊഫറ്റിക് ഗിഫ്റ്റ്. പക്ഷെ പ്രവചിക്കുന്ന ആളിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതും ശ്രദ്ധിച്ചോണം. പ്രവചിക്കുന്ന ആള്, നിങ്ങളോട് പ്രവചിക്കുന്ന ആള്, യേശു കർത്താവ് പറഞ്ഞ വാക്യം, ഇവരെന്നെ തുറിച്ചു നോക്കുന്നതുകൊണ്ട് ഞാനൊന്ന് വായിച്ചേക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. The Gospel of Matthew chapter, thank you Jesus, Gazaku preketa zia labush. Matthew chapter 7 word 15 onwards. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. പ്രൊഫസിയൊക്കെ കാണും, പ്രവചനമൊക്കെ കാണും, പക്ഷേ അവരുടെ അകത്ത് ഒരാടല്ല, ചെന്നായിയാണ്. They will attack you. They will attack your finance. They will attack your body. They will attack your family life. To be very careful. Jesus. അവരുടെ ഫലങ്ങളാൽ, അവരുടെ പ്രവചനത്താലല്ല, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അതാ ഞാൻ പറഞ്ഞേ, ഈ കയീനും ഹാബേലും യാഗം കഴിച്ചു. കയീൻ ദൈവത്തിന് കൊടുത്തത് ആട്ടിൻകുട്ടിയെയും, ഹാബേൽ ദൈവത്തിന് കൊടുത്തത് ആട്ടിൻകുട്ടിയെയും, കയീൻ കൊടുത്തത് പച്ചക്കറിയും. ചിലർ പറയാറുണ്ട് കയീൻ പച്ചക്കറി കൊടുത്തത് കൊണ്ടാണ് ദൈവത്തിന് സന്തോഷമാഞ്ഞത്, ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊടുത്തത് കൊണ്ട് ദൈവം ഹാപ്പിയായി. അങ്ങനെ നോ, അതൊന്നുമല്ല. ദൈവം നോക്കിയത് അവൻ്റെ ആട്ടിൻകുട്ടിയും പച്ചക്കറിയും ഒന്നുമല്ല. ദൈവം നോക്കിയത് അവൻ ആരാധന കഴിച്ച സാധനത്തെ അല്ല, ആരാധിച്ചവനെയാണ്. ദൈവം നോക്കുന്നത് നല്ല പാട്ട്, ദൈവം നോക്കുന്നത് ഈ പാട്ട് എവിടുന്നാ വരുന്നേ, ഞാൻ ഈ പാട്ടിലങ്ങ് മയങ്ങുകയാണ് അല്ല. ദൈവം നോക്കുന്നത് നിന്റെ പാട്ടല്ല, ദൈവം നോക്കുന്നത് ഈ പാടിയവനെയാണ്. ദൈവം നോക്കുന്നുണ്ട് ഈ പാടുന്ന ആരാന്ന് നോക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പാടിയവൻ കറക്റ്റ് ആണെങ്കിലേ പാട്ട് ദൈവത്തിന് പ്രസാദമാവും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അവരുടെ ഇന്റൻഷൻ വേറെയാണ്. പ്രൊഫസിയുണ്ട്, ഞാനും പ്രവചിക്കാറുണ്ട്. ഈ ചർച്ച് പ്രവചനത്തിന് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ പറയുന്നു, എല്ലാവരും പ്രവചിക്കണം. പക്ഷേ നിങ്ങളുടെ അരികിൽ വരുന്ന ആളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ എഡിഫിക്കേഷൻ ആണോ, നിങ്ങളെ എൻകറേജ് ചെയ്യാനാണോ, നിങ്ങളെ ആത്മീകമായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനാണോ, ബലപ്പെടുത്താനാണോ? അവർ പ്രവചിക്കുന്നത് നിങ്ങളെ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാണോ, നിങ്ങൾക്ക് പാപബോധം വരുത്താനാണോ, നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു വേർഡ്, ആ ഒരു പ്രൊഫസി നിങ്ങളെ ദൈവത്തിലേക്ക് കുറേയും കൂടെ വലിച്ചടിപ്പിക്കുന്നുണ്ടോ? അതോ ആ പ്രവാചകൻ നിങ്ങളെ ആ പുള്ളിയിലോട്ട് വലിച്ചടിപ്പിക്കുവാണോ, ആ വ്യക്തിയിലേക്ക് വലിച്ചടിപ്പിക്കുവാണോ എന്നും കൂടെ ശ്രദ്ധിക്കണം. ഒരു പ്രവാചകനാണെങ്കിലും, ഒരു പാട്ടുകാരനാണെങ്കിലും, ഒരു പാസ്റ്റർ ആണെങ്കിലും, ഒരു പ്രസംഗകനാണെങ്കിലും, ഒരു ഉപദേഷ്ടാവാണെങ്കിലും, ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിലും, ഒരു ഇടയനാണെങ്കിലും, ഒരു ടീച്ചർ ആരാണെങ്കിലും ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ: പ്രസംഗം കൊണ്ടും പാട്ടുകൊണ്ടും പ്രവചനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ജനത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ക്രിസ്തുവിനോട്, യേശുവിനോട് അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം ടാർഗറ്റ്. വ്യക്തികളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാകരുത്. എൻ്റെ ഒരു ഉപദേശമായിട്ട് മാത്രം ഇതിനെ എടുത്താൽ മതി. 16-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ അറിയാൻ പറ്റും. വൃക്ഷം കറക്റ്റ് ആണെങ്കിൽ ഫ്രൂട്ടും കറക്റ്റ് ആയിരിക്കും. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ഉണ്ടോ? പറ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ഈവൻ സോ every good tree bring forth good fruit.
But a correct tree bring forth evil fruit. Thank you, Jesus. Design the spirits. ആത്മാക്കളെ വിവേചിക്കുക, ആത്മാക്കളെ വിവേചിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കണം. ദൈവവചനത്തിൽ നിങ്ങൾ അവരെ എൻകറേജ് ചെയ്യണം, നിങ്ങൾ അവരെ പഠിപ്പിക്കണം. വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ വചനം, ദൈവവചനം, അതിന് പ്രാധാന്യത കൊടുക്കുന്ന ഒരു കുടുംബമായി നിങ്ങളുടെ കുടുംബം മാറണം. കേവലം സയൻസ് ആൻഡ് വണ്ടേഴ്സിൻ്റെയും പ്രൊഫസിയുടെയും മിറക്കിൾസിൻ്റെയും പുറകിൽ പോയാൽ പുല്ലുണങ്ങും, പൂവാടും. ദൈവവചനം എന്നേക്കും നിലനിൽക്കും. നിങ്ങൾക്ക് നിലവാരമുള്ള നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ വേർഡ് ഓഫ് ഗാഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം പറയുന്നു, അവയെ നിന്റെ വീടിന്റെ കട്ടലിന്മേലും പടിവാതിക്കൽ മേലും എഴുതണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്നെ കൊണ്ട് ചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളിൽ, ഞാൻ അവിടേക്കാണ് വരുന്നത്. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ഓ പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങൾ, ഇരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ഇതാരോടാ പറഞ്ഞേ? ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജീവിതത്തിൽ എപ്പോഴും ദൈവവചനം ധ്യാനിക്കുന്ന, കർത്താവിനോട് ആ ഇന്റിമസി പുലർത്തുന്ന ഒരു കൂട്ടത്തോടാണ് ദൈവം പറഞ്ഞത്, നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് ഞാൻ നിറയ്ക്കും. നിറഞ്ഞിരിക്കുന്ന വീടുകൾ, in the name of Jesus, നിറഞ്ഞിരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ എന്റെ ദൈവം നിനക്ക് നൽകുവാൻ ഇടയായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലഭിച്ചത് ആർക്കാ? ഇത് ലഭിച്ചത്, ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ, ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാനും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോട് അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന ആ ഒബീഡിയൻസ് ഉള്ള വ്യക്തികളോട് പറയുന്നു, നീ ഒന്നും നിറയ്ക്കണ്ട, എല്ലാം ഞാൻ നിനക്ക് വേണ്ടി നിറയ്ക്കും. നീ ഒന്നും കരുതണ്ട, സകലത് ഞാൻ നിനക്ക് വേണ്ടി കരുതും. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും നീ അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും നിനക്ക് ലഭിക്കും. കാരണം കൂടാതെ ശാപം ഉണ്ടാകത്തില്ല, കാരണമില്ലാതെ അനുഗ്രഹവും ഉണ്ടാകത്തില്ല. ശാപത്തിനും കാരണമുണ്ട്, അനുഗ്രഹത്തിനും കാരണമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ആ ഫേവറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആകും. ദൈവത്തിന്റെ ഫേവർ. നോഹയെ നോക്കിയേ, നോഹയുടെ മേളിൽ ഫേവർ വരിക മാത്രമല്ല, ഉൽപ്പത്തി 8-ാം അധ്യായം 20 മുതലുള്ള വാക്യം, നോഹയുടെ മേളിൽ ഫേവർ വരിക മാത്രമല്ല സംഭവിച്ചത്, ഈ നോഹ കാരണം ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. ബൈബിൾ പറയുന്നത്, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്റെ മേൽ ഹോമയാഗം അർപ്പിച്ചു. ഹല്ലേലൂയ. നോഹ ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചപ്പോൾ 21-ാം വാക്യം പറയുന്നു, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ ഞാൻ സകല ജീവികളെ ഇനി നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഭൂമിയുള്ള കാലത്തോളം
വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നീർന്നു പോകത്തില്ല. നോഹയ്ക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായി. ആ ഫേവർ നോഹയ്ക്ക് ഉണ്ടായപ്പോൾ ബൈബിൾ പറയുന്നു അതിന്റെ കാരണം നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും നോഹ ആ മൃഗങ്ങളെ കൊണ്ടുവച്ച് കൃത്യമായ ഒബീഡിയൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. കൃത്യമായി ദൈവത്തെ ആ മനുഷ്യൻ, ആ ഭക്തൻ അനുസരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു ഈ ഭൂമി മുഴുവനും ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കി, അബ്രഹാമിന്റെ മേളിൽ എപ്പോഴാ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായി, അല്ലെങ്കിൽ ആ ഫേവർ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടെ? ഉൽപ്പത്തി 22:15 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നൊരു സത്യമുണ്ട്. ഉൽപ്പത്തി 22:15 മുതൽ യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തുനിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ അവിടെയും ഒരു അനുസരണം കാണുന്നു. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശം ആക്കും. 18-ാമത്തെ വാക്യം, എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. തൻ്റെ ഏക മകനെ ദൈവത്തിന് കൊടുക്കാൻ അബ്രഹാം മടിക്കാതിരുന്നപ്പോൾ, ഈ ദൈവം ചിലരെ അനുഗ്രഹിക്കാൻ അവരെന്തേലും കയറി കാണിക്കും. മനസ്സിലായില്ലല്ലേ? ദൈവം ചിലരെ ബ്ലസ് ചെയ്യാൻ അവർ ജീവിതത്തിൽ അവരെന്തെങ്കിലും ഒരു ദൈവപ്രസാദം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യും. അവരുടെ യൗവന പ്രായത്തിൽ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും. ഹല്ലേലൂയ. ചിലരെ സാമ്പത്തികമായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ അവരുടെ വിശ്വസ്തത ദൈവം പ്രൂവ് ഇല്ലായ്മയിൽ നിന്ന് അവരെടുത്ത് കൊടുക്കും. അപ്പൊ തമ്പുരാൻ വിചാരിക്കും, ഞാൻ ഇവനെ അനുഗ്രഹിക്കാൻ പോവാ. ഒറ്റ പുത്രനെ ഉള്ളായിരുന്നു, ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഏക മകനെ ദൈവത്തിന് കൊടുക്കാൻ മടിക്കായിക കൊണ്ട്, ആ വാക്ക് അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ അനുഗ്രഹിക്കുന്ന. അപ്പൊ ഞാൻ നോഹയിൽ ഫേവർ ഉണ്ടാകാൻ ഞാനൊരു അനുസരണം നോഹയിൽ കാണുന്നു. അബ്രഹാമിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകാൻ ഞാൻ അബ്രഹാമിൽ ഒരു അനുസരണം കാണുന്നു. ആ ഒരു ഒബീഡിയൻസ് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ജോസഫിനെ നോക്കിയേ. തിങ്ക് അബൌട്ട് ദ ജോസഫ്. ജെനസിസ് ചാപ്റ്റർ 39, ഉൽപ്പത്തി 39, 11, 12, 13 വാക്യം ബൈബിൾ പറയുന്നു, ഒരു ദിവസം ഞാൻ അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അവൾ പൊത്തീഫറിന്റെ ഭാര്യ അവന്റെ വസ്ത്രം കയറി പിടിച്ചു, എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം അവൻ തന്റെ കയ്യിൽ വിട്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ ഇതാര് കണ്ടു? അബ്രഹാം തന്റെ ഏക മകനെയും കൊണ്ട് മോറിയാമലയിലേക്ക് നടക്കുന്ന കാഴ്ച തമ്പുരാൻ കണ്ടപ്പോഴേ തീരുമാനിച്ചു, ഇവനെ ഞാൻ എന്റെ പ്രസാദം, എന്റെ മുൻഗണന മുഴുവൻ ഞാൻ ഇവനിൽ ഇടാൻ പോവാണ്. നോഹ വ്യവസ്ഥ പ്രകാരം ആരാധിച്ച ആരാധന കണ്ടപ്പോൾ ദൈവം തീരുമാനിച്ചു, ഞാൻ ഇവൻ നിമിത്തം ഇവന്റെ കുടുംബത്തെയും ഇവൻ പാർക്കുന്ന ഭൂമിയെയും ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഏക മകനെയും കൊണ്ട് കയറി പോകുമ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മിനിറ്റുകൾക്കകത്ത് മാറ്റപ്പെടുകയാണ്. ജോസഫിനെ നോക്കി. ജോസഫ് ശരിക്കും പറഞ്ഞാൽ പാപം ചെയ്യാൻ തനിക്ക് അവസരം ലഭിച്ചപ്പോൾ, തെറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത്, നിങ്ങൾക്കറിയാം ന്യായപ്രമാണം ഇല്ല, വ്യഭിചാരം ചെയ്യരുതെന്നുള്ള പ്രമാണം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ബൈബിൾ ഇറങ്ങിയിട്ടില്ല. അന്ന്
എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നോക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ സകല ഇടപാടുകളും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അവിശ്വസ്തത കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊത്തീഫറിന്റെ ഭാര്യയുടെ മുറിക്കകത്തുനിന്ന് ജോസഫ് ഇറങ്ങി ഓടിയ ഓട്ടം തമ്പുരാൻ തീരുമാനിച്ച, മോനെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ കാരാഗ്രഹം വന്നേക്കാം, ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പ്രതിസന്ധി വന്നേക്കാം, പക്ഷെ ഈ ഓട്ടം ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ ഗവർണറായി, ഈ രാജ്യത്തിന്റെ പ്രഥമ പുരുഷനായിട്ടായിരിക്കും. നമ്മള് ഈ 13 വരെയുള്ള വാക്യല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി 39 13 വരെയല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇനി ആ 39 21 മുതൽ ഒന്ന് നോക്കിയേ. 21 മുതലുള്ള വാക്യം നോക്കിയേ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. But the Lord was with Joseph, listen to me, and showed him mercy and gave him favor, in the sight of keeper of the prison. Hallelujah. Amen. And gave him favor. ജോസഫേ, നിന്റെ മേളിൽ എപ്പോഴാ ഫേവർ ഉണ്ടായേ? 22-21 വാക്യം നോക്കിയേ. 22-21 വാക്യം. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായി മാറി. യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമായി. That's a favor. That is a favor. That is a favor. അവൻ ചെയ്തതൊക്കെ സഫലമായി. ഈ ഫേവർ ഉള്ളവന്റെ പ്രത്യേകത, പുള്ളിയെ തോപ്പിക്കാൻ നിൽക്കരുത്. നിന്റെ സമയം വെറുതെ പോകും. ദൈവത്തിന്റെ അനുകൂലതയുള്ള, ദൈവത്തിന്റെ ഫേവർ ഉള്ളവനെ തോപ്പിക്കാൻ നിൽക്കരുത്. നീ തോറ്റു പോകും, ഉറപ്പാണ്. കാരണം ദാവീദ് ദൈവത്തിന്റെ ഫേവർ ഉള്ളവനാണ്. തോപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റു. അബ്രഹാമിനെ പലരും തോപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റു. അബ്രഹാമിന്റെ തലമുറ ഇസഹാക്കിനെയും യാക്കോബിനെയും പലരും ഫെലിസ്ത്യർ ഉൾപ്പെടെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റു. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യന്റെ മേലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം. നമുക്ക് ആ വ്യക്തിയെ നിങ്ങളെക്കാൾ ശക്തനായിരുന്നു ഫറവോ. ദൈവത്തിന്റെ ഫേവർ മോശയിൽ ഉണ്ടായിരുന്നു. ഫറവോയ്ക്ക് മോശയെ തോപ്പിക്കാൻ പറ്റിയില്ല. ജീസസ്. ബിഷപ്പ് ടി.ഡി. ജേക്സ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിന്റെ ഫേവർ ഉള്ള ഒരു മനുഷ്യന്റെ ശത്രു അവൻ തന്നെയാണെന്ന്. അവൻ വിചാരിച്ചാൽ മാത്രമേ അവന് പരാജയപ്പെടാൻ പറ്റുള്ളൂ. അവൻ പാപത്തിൽ വീഴാൻ തീരുമാനിച്ചാൽ, അവൻ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ, അവൻ ദൈവ വഴി വിട്ടുമാറാൻ തീരുമാനിച്ചാൽ അവൻ തോറ്റുപോകും. കാരണം ദൈവത്തിന്റെ ഫേവർ അവനെ വിട്ടുപോകും. പക്ഷേ അവൻ വചനത്തിലും ദൈവത്തിന്റെ വഴിയിലും നിൽക്കുന്നിടത്തോളം wasting your time. The name of Jesus. Thank you Lord Jesus. ബൈബിൾ പറയുന്ന യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഹല്ലേലൂയ. ജോസഫ്, ഏബ്രഹാം, നോവ, ഡാനിയേലിന് എങ്ങനെ ഫേവർ ഉണ്ടായെന്നാ പറയുന്നേ? മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ഇന്ന് രാത്രി ഫേവർ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നോ. ജോസഫെ, നിന്റെ മേളിൽ ഫേവർ ഉണ്ടാകത്തക്ക നിലയിൽ ദൈവം ചിലത് കണ്ടു. അവിടെ ഫേവർ ആക്ടിവേറ്റ് ആയിരുന്നു. അബ്രഹാമെ, നിന്റെ ആ പ്രവൃത്തിയെ സാറ കാണാത്തപ്പോൾ, ആരും നിന്നെ കാണാത്തപ്പോൾ നിന്റെ ആ ഹൃദയത്തെ ദൈവം കണ്ടു. അവിടെയാ നിന്റെ മേളിൽ ആ ദൈവത്തിന്റെ അനുകൂലത, ഫേവർ ആക്ടിവേറ്റഡ് ആയി. നോഹ, നിന്റെ ആ പ്രവൃത്തിയിലാണ് ദൈവത്തിന്റെ ഫേവർ ആക്ടിവേറ്റ് ആയത്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യം നോക്കിയേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. ദാനിയേൽ 1-8-9 വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ. Now God had brought Daniel into favor and tender love with the prince of the eunuchs. Hallelujah. Favor in the midst of officials. ഒഫീഷ്യലുകളുടെ മുമ്പിൽ, ഒഫീഷ്യലുകളുടെ നടുവിൽ, ഭരണാധികാരികളുടെ മധ്യയിൽ ദാനിയേലിന് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായി. എന്നാ സംഭവം എന്നറിയോ?
ഇഷ്ടം പോലെ കള്ളു കുടിക്കാനും സാധുഭോജനങ്ങൾ എടുക്കാനും എന്ത് പരിപാടി നടത്താനും ദാനിയേലിന്റെ മുമ്പിൽ അവസരം വന്നു. രാജ്യം കൊടുത്ത അവസരമാണ്. ഒരു പ്രശ്നമില്ല, ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളത് കുടിക്കാം, എന്തും ചെയ്യാം. പക്ഷെ 8-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പറയുകയാണ്, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. എനിക്ക് വേണ്ട, എൻ്റെ ഡിസിഷനാണ്, എൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന മനുഷ്യന്റെ മേളിൽ 9-ാം വാക്യത്തിൽ രാജ്യത്തിന്റെയും ദൈവത്തിന്റെയും ഫേവർ വന്നു വീണു. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. മക്കളെ, ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്കുണ്ടാകണം. ദൈവം നിങ്ങളിൽ പ്രസാദിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കയറി വരട്ടെ. നിങ്ങളുടെ വിശുദ്ധ ജീവിതം ശക്തമാകട്ടെ. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ, നിങ്ങളുടെ അധരങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാകട്ടെ. എന്ന് പറഞ്ഞാൽ ആരെ സ്നേഹിക്കേണ്ട, കരുതണ്ടെന്നല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ ഒരു ബിഷപ്പ് പ്രസംഗിക്കുകയായിരുന്നു. യേശു പാപികളുടെ സ്നേഹിതനായിരുന്നു. യേശു പാപികളുടെ സ്നേഹിതനായിരുന്നു. അവൻ ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ടു. ഞാൻ മാത്രം വിശുദ്ധൻ എന്ന് പറഞ്ഞ് നടക്കാനല്ല. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യണം, എല്ലാവരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകാൻ അബ്രഹാമിനെ പോലെ, ജോസഫിനെ പോലെ, നോഹയെ പോലെ, ദാനിയേലിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ചിലത് പ്രൂവ് ചെയ്യണം. അബ്രഹാം അത് പ്രൂവ് ചെയ്തു, നോവ അത് പ്രൂവ് ചെയ്തു, ജോസഫ് അത് പ്രൂവ് ചെയ്തു, ഡാനിയേൽ അത് പ്രൂവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങളത് പ്രൂവ് ചെയ്യണം. നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞൊരു വേർഡുണ്ട്. പാസ്റ്റർ ഓർക്കുന്നുണ്ടോ? യു ആർ റിമെമ്പറിംഗ് ദാറ്റ് വേർഡ് ടുഡേ? നോ. ഈ വർഷം കർത്താവ് നമുക്ക് തന്ന ഈ പ്രോമിസ് വേർഡിനകത്ത് ദൈവം പറഞ്ഞൊരു പ്രധാന വാക്യമുണ്ട് പാസ്റ്ററെ. ഈ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുന്നത് മാത്രമേ കയ്യിലുള്ളല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യം. യെശയ്യാ 33:15-16. നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് നോക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും. അവന്റെ അപ്പം അവന് കിട്ടും. അവന്റെ വെള്ളം മുട്ടിപ്പോകുകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായൊരു ദേശം നീ കാണും. ന്യൂ ഇയറിന് പ്രസംഗിച്ചാണോ പാസ്റ്റർ ജിജി? പ്രസംഗിച്ചാണോ? കേട്ടായിരുന്നോ? നിങ്ങൾ കേട്ടായിരുന്നോ? അത് ആരാ ഉയരത്തിൽ വസിക്കുന്നേ? ആർക്കാ പാറക്കോട്ടകൾ അഭയസ്ഥാനമായിരിക്കുന്നേ? ആർക്കാ അപ്പവും വെള്ളവും മുട്ടിപ്പോകാത്തെ? നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് നോക്കാതെ കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണടയ്ക്കുകയും വേണം. മോനെ, കണ്ണടയ്ക്കേണ്ട അടുത്ത് കണ്ണടയ്ക്കാവോ? എന്നുവെച്ചാൽ കണ്ണടച്ച് വിടണ്ട, അങ്ങനല്ല ഞാൻ ഈ പറയുന്നത്. ചിലർ പറയത്തില്ല നമുക്ക് അതങ്ങ് കണ്ണടച്ച് വിടാം. അതല്ല. നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്ന് നിൽക്കുന്നത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണെന്ന് നിനക്കറിയാമെങ്കിൽ അവിടെ നീ കണ്ണടയ്ക്കണം. നീ കേൾക്കുന്ന കാര്യം ദൈവ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് നിനക്ക് ബോധ്യമായാൽ നിന്റെ ചെവി പൊത്തി അവിടുന്ന് സ്ഥലം വിട്ടേക്കണം, ജോസഫിനെ പോലെ. ആർ യു ഡിസൈഡഡ്? റെഡിയാണോ? അല്ലാതെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഫേവർ ഇതാന്ന് പറഞ്ഞാലൊന്നും ഉണ്ടാകുകയില്ല. ഫേവർ ഉണ്ടാകണമെങ്കിൽ ഇതാണ് അതിൻ്റെ വഴി. ജോസഫും ഡാനിയേലും അബ്രഹാമും നോഹയും സകല യേശു ഇൻക്ലൂഡിങ് ജീസസ്. വായ്? എന്തുകൊണ്ട് യേശുവിനെ പിതാവായ ദൈവം ഏറ്റവും ഉയർത്തി? ക്രൂശിലെ മരണത്തോളം അവൻ താഴ്മയുള്ളവനായി, അവൻ അനുസരണമുള്ളവനായി. ആ ഒബീഡിയൻസിനകത്താ ഫേവർ ഉണ്ടായത്. ജീസസ്. അവൻ ഉയരത്തിൽ വസിക്കും.
പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും. അവൻ്റെ വെള്ളം മുട്ടിപ്പോവുകയില്ല. അവൻ്റെ കണ്ണ് രാജാവിനെ കണ്ടല്ലോ. എന്നെ കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല.